ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയെ സ്റ്റാൻലിയുടെ അരികെ കൊണ്ടാക്കിയതിനു ശേഷവും ബാലചന്ദ്രൻ വൈജയോട് മിണ്ടാത്തതിനും വൈജയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. വൈജയന്തി പതിയെ ബാലേന്ദ്രൻ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയം ബാലേന്ദ്രൻ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈജ അങ്ങോട്ട് കഥ തുറന്ന് പ്രവേശിക്കുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ നിഴലിലൂടെ ബാലേന്ദ്രൻ അത് വൈജയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ദേഷ്യം വന്ന് ആ മൗസിലൊക്കെ പിടിച്ച അമ്മയ്ക്ക് ആ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വൈജയന്തി പറയുന്നുണ്ട്, ബാലേന്ദ്രനോട് എനിക്ക് ഒരു കാര്യം സംസാരിക്കണം. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ മിണ്ടരുത്, നിൻ്റെ ശല്യം കാരണമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയത്. നിൻ്റെ പ്രസൻസോ ഒന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോകാനാണ് എനിക്കിഷ്ടം. ദയവ് ചെയ്ത് എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. വെറുതെ എൻ്റെ BP കയറ്റണ്ട. 2 തവണ അറ്റാക്ക് കഴിഞ്ഞതാ. ഇനി ഞാൻ മരിക്കണമെന്നാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. ബാലചന്ദ്ര, തനിക്ക് എന്താ പ്രശ്നം? ഏതോ അവിഹിതത്തിൽ പറഞ്ഞ ആ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചല്ലോ. പിന്നെയും നിങ്ങൾക്ക് എന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യം എന്നിങ്ങനെ വൈജ ചോദിക്കുകയാണ്. നിനക്ക് ഒന്നും അറിയില്ലല്ലേടി. നീ എന്താ വിചാരിച്ചേ? അലീനെ പറഞ്ഞു വിട്ടാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നവും തീർന്നുവെന്നാണോ? ഇവിടുത്തെ പ്രശ്നം അലീനയല്ല, നീയാണ് ഇവിടുത്തെ പ്രശ്നക്കാരി. ബാലേന്ദ്ര, അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? തെറ്റ് ചെയ്തത് ബാലേന്ദ്രനല്ലേ? 23 വർഷങ്ങൾക്ക് ശേഷം ഏതോ ഒരുത്തെ കൊണ്ടുവന്നിട്ട് അത് മകളാന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അംഗീകരിക്കും? മകളാണെന്ന് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ബാലേന്ദ്രൻ ആദ്യം അത് പറ. വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, നിൻ്റെ അഹങ്കാരം, നിൻ്റെ തലക്കനം, നീയാണ് എല്ലാം എന്നുള്ളൊരു നിൻ്റെ ഭാവം, അത് നീ നിൻ്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. എൻ്റെ അടുത്ത് ഇറക്കണ്ട. നീ നിൻ്റെ കാര്യം നോക്കി പോകാൻ നോക്ക് എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ വൈജ പറയാണ്, ഇല്ല, എനിക്കറിയണം. അവൾ നിങ്ങളുടെ അവിഹിത ബന്ധത്തിലുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ അവളാണോ അവിഹിതം അതെനിക്കറിയണം. അവൾ പോയതുകൊണ്ടാണോ നിങ്ങൾ ഇക്കിടന്ന് പ്രകടനം കാണിക്കുന്നത്? ഇതോടെ കേട്ടപ്പോഴത്തേക്കിനും ഇരുന്ന കസേര എന്നൊക്കെ ചാടി എഴുന്നേറ്റ് ആ കസേര അങ്ങോട്ട് പുറകോട്ട് തള്ളിയിട്ട് കൈ പൊക്കി വൈജനെ അടിക്കാനായിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അലീനെ പറ്റി നീ മോശമായിട്ട് സംസാരിച്ചാൽ നിന്റെ പല്ലടിച്ച് ഞാൻ വായിലിടും. നീ എന്താടി വിചാരിച്ചത്? നിന്നെപ്പോലെ അവളെ പിഴിച്ചു നടക്കുവാണെന്ന് നീ കരുതിയോടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വൈജ ചോദിക്കുകയാണ്, ബാലേന്ദ്രൻ എന്താ പറഞ്ഞേ? ഞാൻ പിഴച്ചു നടക്കുവാണെന്നോ? നല്ല ആൾ തന്നെ, ഞാൻ പിഴച്ചു നടക്കുവാണെന്ന് നിങ്ങൾ തന്നെ ഇത് പറയണം. വിവാഹത്തിന് മുമ്പ് ഒരു കുട്ടി ഉണ്ടായിട്ട് അത് മറച്ചു വെച്ച് ഇത്രയും കാലം എന്നെയും എൻ്റെ വീട്ടുകാരെയും കുടുംബത്തെയും എല്ലാം പറ്റിച്ച് ജീവിച്ചിട്ട് ആ ബാലേന്ദ്രനാണോ എന്നോട് ഈ വർത്താനം പറഞ്ഞത്? അങ്ങനെ പറയാനുള്ള എന്ത് യോഗ്യതയാണ് ബാലേന്ദ്രനുള്ളത്? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കൂ. എൻ്റെ വായിലിരിക്കുന്ന ഒന്നും കേൾക്കണ്ട. നീ അത്രയ്ക്ക് പതിവ്രതയൊന്നും ചമയണ്ട. ബാലേന്ദ്രൻ എന്നതാ ഉദ്ദേശിച്ചത്? ഞാൻ ഇന്നേ വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനേ വൈജയാണ്, വൈജ. എനിക്കറിയാം എൻ്റെ നിലയും വിലയും എന്താണെന്ന്. അതേടി, നിനക്കെല്ലാം അറിയാം. നീ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നീ പോക്കോ, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. അന്നേരം പുറത്തോട്ട് ഇറങ്ങിയിട്ട് വൈജ പറയുന്നുണ്ട്, അലീനെ സ്വപ്നം കൊണ്ട് കിടക്കാനായിരിക്കും. അവൾ നിങ്ങളുടെ അവിഹിത സന്തതിയൊന്നുമല്ല. അവളാണ് നിങ്ങളുടെ അവിഹിതമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മനു അവളെ കെട്ടാൻ മുട്ടി നിൽക്കുക. അതിനു മുമ്പ് അവളെ നിങ്ങൾക്ക് കെട്ടണമെന്നല്ലേ? എനിക്കത് നന്നായിട്ട് അറിയാം. ഇതോടെ കേൾക്കുമ്പോഴത്തേക്കിനും ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട ആ വാതിൽ പോയി അവളുടെ മുന്നിൽ വലിച്ചടക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറയണമെന്ന് ബാലേന്ദ്രന് ആഗ്രഹമുണ്ട്. നടന്ന കാര്യങ്ങളും എല്ലാ സത്യവും അവളെ അറിയിക്കണമെന്നുമുണ്ട്. എന്നാൽ അലീന പറഞ്ഞിട്ടും അലീനയ്ക്ക് കൊടുത്ത വാക്കുമോർത്ത് ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുകയാണ് ബാലേന്ദ്രൻ. ഒരിക്കലും സത്യങ്ങളൊന്നും വൈജയമേടത്തിനോട് തുറന്നു പറയരുതെന്ന് പറഞ്ഞിട്ടാണ് അലീന സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ കഴിയാതെ മിണ്ടാതെ നിൽക്കുകയാണ് ബാലേന്ദ്രൻ. തൻ്റെ മക്കൾക്ക് വേണ്ടിയും അലീനയ്ക്ക് വേണ്ടിയും ഭൂമിയോളം താഴ്ന്നു നിൽക്കുകയാണ് കേട്ടോ ആ മനുഷ്യൻ. എന്നാൽ വൈജ ഇതൊന്നും മനസ്സിലാക്കാതെ പുറത്തിറങ്ങിക്കൊണ്ട് ഓരോന്ന് പിറുപുറത്തോന്ന് നിൽക്കുകയാണ്. വൈജ ഇറങ്ങി വരുമ്പോഴത്തേനും ദേഹം നിൽക്കുന്നു ഭവിതയും രോഹിയും കൃഷ്ണമോളും. രോഹിത് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താമ്മേ രാവിലെ തന്നെ അച്ഛനെ ചൊറിയാനിട്ട്? പിണ്ടിപ്പോകരുത്. ഞാൻ ചൊറിഞ്ഞതാണോടാ? അയാളെ എൻ്റെ ഭർത്താവാണ്. ഞങ്ങൾ രണ്ടുപേരും രണ്ടായിട്ടാണ് ഈ വീട്ടിൽ കഴിയുന്നത്. നിങ്ങൾക്കതിനൊന്നും ഒരു പ്രശ്നമില്ലേ? ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ? പക്ഷേ നിങ്ങൾക്ക് വലുത് ഞാനല്ല, ആ അലീനയാണ് എന്ന് ചോദിക്കുകയാണ്. എടി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ ഭാര്യയാണ്. ഞാൻ നിങ്ങളുടെയൊക്കെ അമ്മയാണ്. 23 വർഷങ്ങൾക്ക് ശേഷം ഇത് എൻ്റെ അഭിഹിതത്തിലുണ്ടായ മകളാണെന്ന് പറഞ്ഞ് ഒരു പെണ്ണ് കയറി വരുമ്പോൾ
നിങ്ങളാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുമോ? ഞാനും അത്രയല്ലേ ചെയ്തോളൂ. എനിക്കിതുവരെ അത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ആ ഷോക്കിൽ നിന്ന് ഞാൻ ഇതുവരെ റിലീഫായിട്ടില്ല. ഏതോ ഒരുത്തിക്കുണ്ടായ ഒരു പെണ്ണ്, അവളെ ഞാൻ സ്വീകരിക്കണോ? അതും വന്നപാടെ അവൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? ഈ കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി അവൾ എന്തോരം പ്രയത്നിച്ചു. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി പ്രയത്നിച്ച ഒരു കാര്യമെങ്കിലും അമ്മയ്ക്ക് പറയാമോ? ചേച്ചി ഇന്നേ വരെ അച്ഛനോട് അമ്മയോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ നിൽക്കണമെങ്കിൽ അമ്മ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് 3 പേരോടും ഇതുവരെ ഒരു വിരോധവും കാണിച്ചിട്ടില്ല. ഈ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്ത് ഒരു സെർവൻറ്റിനെ പോലെ ആ പാവം ഇവിടെ നിൽക്കല്ലേ. പിന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നം? അല്ലെങ്കിലും നിന്റെ കണ്ണിൽ കൂടെ കണ്ടാൽ ഒന്നും തോന്നില്ല നിനക്ക്. ഞാനും ബാലേന്ദ്രനും ഇപ്പം 2ആയിട്ട് കഴിയുന്നതിൻ്റെ കാരണം അവളല്ലേ. ഞാനാണോ ബാലേന്ദ്രനോട് എൻ്റെ മുറിയിൽ നിന്ന് മാറാൻ പറഞ്ഞത്? അല്ലല്ലോ, ബാലനായിട്ട് സ്വന്തമായിട്ടല്ലേ വേറൊരു റൂമിലേക്ക് മാറിയത്. അത് എൻ്റെ കുഴപ്പമാണോ? അതോ നിങ്ങളുടെ അച്ഛൻ ചെയ്തത് ന്യായമാണോ? അല്ല, ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ അച്ഛൻ ചെയ്തത് ന്യായമാണെന്നൊന്നും ഞാൻ പറയില്ല. ആ പെണ്ണ് ബാലേന്ദ്രൻ്റെ അവിധത്തിലുണ്ടായ കുട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അവളുടെ നെകളിപ്പ് കണ്ടാൽ അറിയാം അവൾ ആരാണെന്ന്. ഇപ്പം അവൾക്ക് പുതിയ ആഗ്രഹമല്ലേ മനുവിനെ കെട്ടാൻ. അതിനുവേണ്ടി അവൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മിക്കവാറും അതിനു മുമ്പ് നിന്റെ അച്ഛനെ കിട്ടും അവള്. അപ്പോൾ രോഹിത് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ അച്ഛനെക്കുറിച്ച് പറയാനായിട്ട്? ഞങ്ങളുടെയൊക്കെ പ്രായമല്ലേ ആ ലീന ചേച്ചിക്കും. എന്നിട്ടും സ്വന്തം ഭർത്താവിനെ ഞങ്ങളുടെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു? ഓഹോ, അപ്പം ഞാൻ പറയുന്നതാണ് കുറ്റം. നിങ്ങളുടെ തന്ത ചെയ്യുന്നതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? അമ്മേ പ്ലീസ് മതി, നിർത്ത്. ഞങ്ങൾക്കിനി ഓരോന്ന് കേൾക്കാൻ വയ്യ. അമ്മ എപ്പോഴും അച്ഛനെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴേ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഭവതേച്ചിയെയും രോഹിയേട്ടനെയൊക്കെ ഈ രീതിക്ക് ആക്കിയെടുത്തത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. രോഹിയേട്ടനെ കോളേജിൽ തിരിച്ചു ചേർക്കുന്ന കാര്യത്തെപ്പറ്റി അലീന ചേച്ചി പോയപ്പോൾ അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു വേലക്കാരി വിചാരിച്ച എന്ന് നടക്കാനാണെന്നല്ലേ. എന്നിട്ട് എന്തായി? ആ അലീന ചേച്ചി കാരണമല്ലേ ചേട്ടന് ഈ തേർഡ് ഇയറിൽ പോലും പരീക്ഷ എഴുതാൻ സാധിച്ചത്. ഈ എക്സാമിന് ആകെ 3-4 മാസം കൂടെ ഉള്ളൂ. അത് എഴുതാൻ സാധിക്കാതെ പോയിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേറെ ഏതെങ്കിലും കോളേജിൽ ഫസ്റ്റ് ഇയർ തൊട്ട് ഒന്നുകൂടെ പഠിക്കേണ്ടി വരില്ലായിരുന്നോ? ഇല്ലെങ്കിൽ പോട്ടെ, തേർഡ് ഇയർ ഒന്നുകൂടെ എഴുതിയെടുക്കേണ്ടി വരില്ലായിരുന്നോ? ഇപ്പം എങ്ങനെയായി? അതിനൊന്നും നിൽക്കാതെ തന്നെ ചേട്ടൻ എക്സാം എഴുതാൻ പറ്റുന്നില്ലേ? ചേട്ടന് നല്ല മാറ്റമുണ്ട്. അപ്പോൾ രോഹിത് പറയും, അതേ അമ്മേ, കൃഷ്ണമോൾ പറഞ്ഞതുപോലെ ഞാൻ ഒത്തിരി മാറി. പണ്ട് ഏതൊരു പെണ്ണിനെ കാണുമ്പോഴും വൃത്തിയിട്ട് ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ ആരെ കണ്ടാലും എൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്നത് ബബിതയുടെയും കൃഷ്ണമോളുടെയും മുഖമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സ്ത്രീയും എനിക്ക് തെറ്റായ രീതിയിൽ കാണാൻ കഴിയില്ല അമ്മേ. അതിന് കാരണക്കാരൻ അലീന ചേച്ചി തന്നെയാണ്. അലീന എന്താടാ ചെയ്തത്? പോയിട്ട് എല്ലാവരുടെ മുഖത്ത് ഇവർ മുഖം ഒട്ടിച്ചു വെച്ചോ? ഇല്ലല്ലോ. ഇല്ലമ്മേ, ചേച്ചി അങ്ങനെ ചെയ്തില്ല. പക്ഷേ ചേച്ചി എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് പ്രകാശം കൊണ്ടുവന്നു. എല്ലാ സ്ത്രീകളെയും എങ്ങനെ കാണേണ്ടതെന്നും എല്ലാ പെൺകുട്ടികളും തൻ്റെ സഹോദരങ്ങളും പോലെ ഉള്ളൂ എന്നും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തെറ്റിശരിയും എനിക്ക് തിരുത്തി തന്നു. അതെല്ലാം അമ്മ ചെയ്തു തരേണ്ട കാര്യങ്ങളായിരുന്നു. എന്നാൽ അമ്മ ഇതുവരെ അതെന്താണെന്ന് പോലും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? എന്നോട് പറഞ്ഞു തരേണ്ടിരുന്നത് അമ്മയായിരുന്നു. ഒരു സ്ത്രീയെ എങ്ങനെ കാണണം, എങ്ങനെ പെരുമാറണം, അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അതെല്ലാം അമ്മയിൽ നിന്ന് ഞാൻ പഠിക്കേണ്ട പാഠങ്ങളാണ്. എന്നാൽ അതെല്ലാം എനിക്ക് പഠിപ്പിച്ചു തരാൻ അലീന ചേച്ചി വേണ്ടി വന്നു. അപ്പോൾ ബബിതയും പറയാണ്, അതെ, രോഹിയേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ കുറേ റോങ് റൂട്ടിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അതെല്ലാം അലീന ചേച്ചി കണ്ടുപിടിച്ചു. ചേച്ചി എന്നെ വാണിച്ചും കുറേ ഉപദേശിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞാനും തെറ്റായ വഴിയിലൂടെയൊന്നും പോകുന്നില്ല. ഓഹോ, എല്ലാവർക്കും അവൾ എന്തൊരു പുണ്യാളത്തെയാ. എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛനും മക്കളും എല്ലാം അവളുടെ കൂട്ടത്തിൽ കൂടിയല്ലോ, എനിക്ക് നേരെ തിരിഞ്ഞല്ലോ. അവളിവിടുന്ന് പോയാലും എല്ലാവരും കൂടെ എനിക്കൊരു സമാധാനം തരില്ല. നാശം പിടിച്ചവള്. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അവൾ ചത്തെന്നറിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സമാധാനമാവുമല്ലോ. അമ്മ ഇതെന്ത് ചെയ്യാൻ പോവാ? അമ്മയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നീ വൈജനെ അങ്ങനെയാണോ കരുതിയത്? ഞാനൊന്ന് മൂളിയാൽ മതി, ആ നിമിഷം തീരും നിന്റെ അലീന ചേച്ചി. ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലമ്മേ. ഒരു സമയത്ത് അമ്മയുടെ ആങ്ങളമാർ കുറേ ശ്രമിച്ചതല്ലേ. എന്തു പറ്റിയത് നടക്കാതെ പോയത്? ശേഷം അവരലീന ചേച്ചിയുടെ കാല് പിടിച്ച് ക്ഷമ പറഞ്ഞില്ലേ? അങ്ങനെ മിക്കവാറും അമ്മയും ചെയ്യേണ്ടി വന്നെന്ന് വരും. ഞാൻ അവളുടെ കാല് പിടിച്ച് ക്ഷമ പറയാൻ. അങ്ങനെ ചെയ്യേണ്ടൊരു അവസരം വന്നാൽ ഈ വൈജ ലോകത്തോട് വിട പറഞ്ഞു നിങ്ങൾ കരുതിയാൽ മതി. പിന്നെ നിങ്ങളുടെ തള്ള ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് അവരോട് ദേഷ്യപ്പെട്ട് വൈജ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഈ സമയത്ത് കൃഷ്ണയും ബബിതയും രോഹിത്തോട് പറയുന്നുണ്ട്, അമ്മയുടെ തെറ്റിദ്ധാരണ ഇതുവരെ മാറിയിട്ടില്ല. ഈ സമയത്ത് രോഹിത് അവരോടൊരു കാര്യം പറയുന്നുണ്ട്,
അലീനയുടെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് അലീന ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. മാനേജർ അച്ഛൻ്റെ മുന്നിൽ വെച്ച് അലീനച്ചി പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഞാൻ അച്ഛൻ്റെ മകളല്ല, പക്ഷേ അച്ഛനും അമ്മയും ആരാണെന്ന് തനിക്കറിയാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അപ്പോൾ അലീന ചേച്ചി നമ്മുടെ അച്ഛൻ്റെ മകളല്ലേ? അപ്പോൾ അച്ഛനെ പറഞ്ഞതൊക്കെ കള്ളമാണോ? അപ്പോൾ രോഹിത് പറയുകയാണ്, എനിക്ക് എന്തൊക്കെയോ ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ DNA ടെസ്റ്റിന് നേരത്തെ കൊടുത്തിരുന്നു. അതിൻ്റെ റിസൾട്ട് എന്തായാലും ഇന്ന് വൈകിട്ട് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കള്ളവും പൊളിയും. എൻ്റെ DNA മാച്ചാവുമെന്നാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റുമല്ലോ. ഇതും പറഞ്ഞിട്ട് രോഹിത് താഴേക്ക് പോവാണ്. അപ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്തായാലും രോഹിയേട്ടൻ്റെ DNA അലീന ചേച്ചിയുടെ DNA മാച്ചാവും. അതോടുകൂടി ഇവർ വിശ്വസിച്ചോളും. അമ്മയുടെ മനസ്സിലാക്കി അറിയങ്ങ് മാറുകയും ചെയ്യും. ബാപ്പിയപ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ കൃഷ്ണ ഇങ്ങനെ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല ചേച്ചി. അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിലും ചേച്ചി അച്ഛൻ്റെ മകള് തന്നെയാണ്. DNA ടെസ്റ്റ് വരുമ്പോൾ അത് പോസിറ്റീവായിരിക്കും. അതോടുകൂടി അമ്മയുടെ ഈ ബഹളം അങ്ങ് തീർന്നാൽ മതിയായിരുന്നു. ഒരിക്കലും മാറില്ല. അവിഹിതമാണെന്നൊക്കെ അമ്മ ഈ പറയുന്നതേ അത് അമ്മയ്ക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാ. ശരിക്കും അലീനേച്ചി അച്ഛൻ്റെ മകളാണെന്നൊക്കെ അമ്മയ്ക്ക് മനസ്സിലായിട്ടുള്ളതാ. എന്നിട്ടും ചേച്ചി അംഗീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, അവർ മുന്നിൽ തോറ്റുപോയെന്നുള്ളൊരു ഭയം, പിന്നെ ചേച്ചിയോടുള്ള അടങ്ങാത്ത ശത്രുത, ഇതൊക്കെ കാരണം കൊണ്ടാണ് അമ്മ ഇങ്ങനെ പെരുമാറുന്നത്. പിന്നെ അച്ഛനാണെങ്കിലും അമ്മയെ വിട്ടു നിൽക്കുമല്ലേ, അതിൻ്റെ ഒരു ദേഷ്യവുമുണ്ട്. ശരിക്കും കൃഷ്ണേ, ഞാൻ പറഞ്ഞിട്ടെ അച്ഛൻ കുറച്ചും കൂടെ അമ്മയായിട്ട് അടുക്കുന്നതല്ലേ നല്ലത്. ശരിക്കും തെറ്റ് ചെയ്തത് അച്ഛനല്ലേ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം താൻ ചെയ്തൊരു തെറ്റ് ഭാര്യ അറിയാമ്പോഴുണ്ടാകുന്ന ഭാര്യയുടെ ഒരു വിഷമമുണ്ടല്ലോ, അതായിരിക്കും. ഒരു പക്ഷേ ചിലപ്പോൾ അച്ഛൻ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാനുള്ള പ്രശ്നമേ കാണുള്ളൂ ഇവിടെ. അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ലേ ചേച്ചി? അതെന്താ അങ്ങനെ? അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവർക്കൊരു സമാധാനമാവില്ലേ? അവർ ഒന്നിക്കുകയും ചെയ്യില്ലേ? എന്തായാലും DNA റിസൾട്ട് വരട്ടെ, എന്നിട്ട് നോക്കാം എന്നും പറഞ്ഞ് കൃഷ്ണ പോകുമ്പോൾ ബബിത ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ആകാറായേ. ആ സമയത്ത് DNA റിസൾട്ടും കൊണ്ട് രോഹി വരുന്നുണ്ട്. അപ്പോൾ ബബിതയും വൈജയും കൃഷ്ണമോളും കൂടെ ഹാളിലിരുന്ന് ചായ കുടിക്കുകയാണ്. അങ്ങോട്ടേക്ക് രോഹി വന്നിരിക്കുന്നുണ്ട്. ദേ DNA റിസൾട്ട് കിട്ടി. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ കൈ കൊടുത്താണ് റിസൾട്ട് എടുപ്പിച്ചത്. 7 ദിവസം എടുത്തു ഈ റിസൾട്ട് കിട്ടാൻ. എന്നാ നീ ഇത് നോക്ക് എന്നും പറഞ്ഞ് ആദ്യം തന്നെ ബബിതയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ബബിതയുടെ മുഖത്ത് ഒരു ചിരി പടരുന്നുണ്ട്. ആ സമയത്ത് വൈജ പെട്ടെന്ന് അത് തട്ടിപ്പറിച്ച് നോക്കുന്നുണ്ട്. രോഹിത്തിൻ്റെ DNA 100% മാച്ചാണ് അലീനയുടെ DNA. കൃഷ്ണമോളും അതൊന്ന് കാണിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞാൽ അത് മേടിച്ച് നോക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വൈജയ്ക്കാണെങ്കിൽ കലി അടങ്ങുന്നില്ല കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ട്? അമ്മയല്ലേ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് ചേച്ചി മോശപ്പെട്ടൊരു സ്ത്രീയാണ്, ചേച്ചിയാണ് അച്ഛനെ വളയ്ക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അലീന ചേച്ചി അച്ഛൻ്റെ മകള് തന്നെയാണെന്ന്. 23 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ. അന്നച്ഛന് ഒരു കാമുകി ഉണ്ടായിരുന്നു, പക്ഷെ അതിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം പോലും അച്ഛൻ അന്ന് അറിഞ്ഞില്ല. അവരാണെങ്കിലോ ആ കാര്യം അച്ഛനോട് പോലും പറയാതെ ആ കുഞ്ഞിനെ ഓർഫനേജിലാക്കി. പിന്നീട് അവരെക്കുറിച്ച് ഒരറിവില്ല എന്നല്ലേ അച്ഛൻ പറഞ്ഞത്. ഈ കഴിഞ്ഞ ഇടയ്ക്കല്ലേ അച്ഛനത് മകളാണെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നെ അച്ഛനത് ഉപേക്ഷിക്കാൻ പറ്റുമോ? അച്ഛൻ്റെ ചോരയല്ലേ. ഇനി പോട്ടെ, അച്ഛന് പകരം പണ്ട് അമ്മയ്ക്കാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അമ്മ ഉപേക്ഷിക്കുമായിരുന്നോ എന്നിങ്ങനെ ബബിത ചോദിക്കുമ്പോൾ വൈജ ഒരു നിമിഷത്തേക്കിന് ആ കുഞ്ഞിൻ്റെ കാര്യത്തെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. മരിച്ചുപോയ ആ കുഞ്ഞിനെ ഒരു നോക്ക് പോലും ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വൈജ ഓർക്കുന്നുണ്ട്. കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഞാൻ പറയുന്നതിനൊന്നും അമ്മ എന്താ മറുപടി തരാത്തത്? ഏയ് ഒന്നുമില്ല, നിങ്ങളൊക്കെ കൂടെ അവളെ പുണ്യാളത്തെയാക്കുമല്ലായിരുന്നോ? ഇപ്പോഴാണെങ്കിൽ സ്വന്തം ചേച്ചിയാണെന്നും കൂടെ മനസ്സിലായി. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഓക്കെ ആയില്ലേ എന്നിങ്ങനെ വൈജ ചോദിക്കുകയാണ്. അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മയുടെ ഒറ്റ ഒരാളുടെ പിടിവാശി കൊണ്ടാണ് അച്ഛൻ ചേച്ചിയെ വേറെ വീട്ടിൽ കൊണ്ടാക്കിയത്. അതും ഒരു ജോലിക്കാരിയാക്കി നിർത്തിയിരിക്കുന്നത്. ഇത്രയും പണവും സ്വത്തും ഒക്കെയുള്ള അച്ഛന് അതിൻ്റെ ആവശ്യമുണ്ടോ? അമ്മയൊന്ന് ഓർത്തു നോക്കിയേ. എന്നിട്ടും അമ്മ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ടും അതൊന്നും അമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ.
അതേടാ, എനിക്കൊന്നും മനസ്സിലാകത്തില്ല. നീ ഒന്നും പറഞ്ഞു തരുകയും വേണ്ട. അവന് ഒരു DNA റിസൾട്ട് എന്നും പറഞ്ഞ് ആ DNA റിസൾട്ട് ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് വൈജയുടെ റൂമിൽ പോയിരിക്കുകയാണ്. ഇതെല്ലാം മുകളിൽ നിന്നുകൊണ്ട് ബാലേന്ദ്രൻ കാണുന്നുണ്ട്. അലീന നമ്മുടെ വൈജയത്തിൻ്റെ മകള് തന്നെയാണല്ലോ, അത് ബാലേന്ദ്രൻ അറിയാലോ. പക്ഷേ ഇപ്പം തൻ്റെ സ്വന്തം മക്കള് അലീന തൻ്റെ മകളാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. തൽക്കാലം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. തൽക്കാലത്തേക്കിന് അലീനയെക്കുറിച്ച് അവരാരും ഒന്നും പറയില്ലല്ലോ. എന്തായാലും അവരാരും അവളെപ്പറ്റി ഒന്നും മോശമായിട്ട് സംസാരിക്കില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ബാലേന്ദ്രന് ഒരുപാട് സമാധാനമാകുന്നുണ്ട്. ഈ സമയത്ത് വൈജ തൻ്റെ റൂമിലിരുന്ന് ബാലേന്ദ്രൻ തന്നെ ചതിച്ച കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇപ്പോൾ അലീന സ്വന്തം മകളാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും അയാൾ അധികം വൈകാതെ അവരെ തിരിച്ചു കൊണ്ടുവരും. ഇപ്പോഴാണെങ്കിൽ അലീന ഒരു വീട്ടിലെ വേറെക്കാരിയായിട്ടല്ലേ നിൽക്കുന്നത്. എന്തായാലും അധികം നാൾ അവളെ അവിടെ നിർത്തില്ല, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ വന്നാൽ ഈ വീടിൻ്റെ ഒരു ഷെയർ പോകും, എൻ്റെ ഈ വീട്ടിലെ സ്ഥാനം പോകും.